പോലീസ് അവർക്കതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അവരെ ഈ കേസിൽ പെടുത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. പിന്നെ മൂന്നാമതൊരാളെ കൂടി ഇന്നലെ, രണ്ടുപേരും 2 ദിവസം മുമ്പാണ്, മൂന്നാമതൊരാൾ കൂടി അതിന്റെ ഒരു കണ്ണിയാണ് എന്ന് കാണുകയും ഇന്നലെ അവരെയും പ്രതി ചേർത്തു, അറസ്റ്റും ചെയ്തു, റിമാൻഡ് ചെയ്തു. വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ജീവനക്കാരാണ്, എന്നിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അധ്യാപികമാരാണ്. അപ്പോൾ ഒരാളുടെ ഭാഗത്തുനിന്നും വരാൻ പാടില്ലാത്ത സംഗതിയാണ്. സമൂഹത്തിനെതിരായ ഏറ്റവും വലിയൊരു കുറ്റകൃത്യമാണ് മയക്കുമരുന്ന് കൊണ്ടു നടക്കുക, അതിന്റെ കച്ചവടത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുക എന്നുള്ളത്. അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും വരാൻ പാടില്ല. അവർ നമ്മുടെ മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതികണിശമായ നിലപാട്. ആദ്യം പിന്നെ 2 പേരെ ടെർമിനേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ മൂന്നാമത്തെ സംഭവം ഉണ്ടായപ്പോൾ ഉടനെ തന്നെ മൂന്നാമത്തെ ആളെയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അത് SSKയുടെ ഭാഗമാണത്, ഡയറക്റ്റ് വിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റാഫല്ല, ജീവനക്കാരല്ല, സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ട് ഇതിനുള്ള അധ്യാപകരാകാനുള്ള യോഗ്യതയുള്ള ആളുകളെ ഇങ്ങനെ ചില ചുമതലകൾ കൊടുക്കും താൽക്കാലികമായിട്ട്, താൽക്കാലിക ജീവനക്കാരാണ്. അപ്പോൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ഇനി ഈ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കേസന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ആർക്കൊക്കെ പങ്കുണ്ടോ അവരൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരും. അവരൊക്കെ ഈ രീതിയിൽ തന്നെ നിയമം അവർ പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും ഇല്ല. പിന്നെ ഇത് പൊതുവെ നമ്മൾ അധ്യാപകരെ മൊത്തം ഇതിന്റെ പേരിൽ കുറ്റം പറയുന്ന രീതിയിലൊക്കെയുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ഇതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അധ്യാപന വൃത്തി എന്ന് പറയുന്നത് വളരെ മഹത്വമായ ഒരു പ്രൊഫഷനാണ്. നമ്മൾ ഭാരതീയ സങ്കല്പം അറിയാലോ, മാതാപിതാ ഗുരു ദൈവം. എല്ലാ മൂല്യങ്ങൾക്കും ചെറിയ ചെറിയ ഇടിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്നും ആളുകൾ വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു മാതൃകായോഗ്യനായ ഒരാൾ തന്നെയാണ് അധ്യാപകനോ അധ്യാപികയൊക്കെ. അപ്പോൾ ഇതിങ്ങനെ ഏത് കാര്യത്തിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് ഇത്. എന്നിരുന്നാലും ഇത്തരം സംഗതികളിൽപ്പെട്ട ഒരാളെയും വിദ്യാഭ്യാസ വകുപ്പ് ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ കാര്യത്തിലെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാകുമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ കൈമാറി, എവിടെയൊക്കെയാണ് ഇവരുടെ വ്യാപാരങ്ങൾ നടന്നത്, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ വല്ല കുട്ടികളിലേക്കും അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്താ പറയുക പ്രതിക്രിയ ആ കുട്ടികളെയൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരും.